പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഒരു എത്ര റുപ്യ തന്നു? ഓല് 4 ലക്ഷത്താക്കിയില്ല. 4 ലക്ഷം കഴിച്ച് നമുക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നു. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ റിട്ടേൺ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ കഴിച്ച് 4 ലക്ഷം ഉള്ളത് 6 ലക്ഷം ആക്കിയിട്ട് കൊടുക്കണം എന്നാണ് ഓരിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആകെ പിടുത്തം വിട്ടു. കാരണം ഈ 6 ലക്ഷം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വേറെ കയറ്റൂലേ? കേട്ടു. അപ്പോൾ ഗൈസ് അതിപ്പോ ചെയ്യേണ്ടത് നമുക്കറിയണം. അത് വാളി പുറത്തു നോക്കിയാൽ ചെറുതാണെങ്കിലും അകത്തു നോക്കിയാൽ പുറം വിശാലമാണ്. പിന്നെ സൗകര്യം കുറവാണെങ്കിലും സ്വൈര്യം കൂടുതലാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ കുറച്ച് പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു. ഗൈസ് റിസ്വാനാണല്ലോ വരുന്നത്. ഇപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആട്ടോ. എവിടെയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിംഗ് ആക്കിയിട്ട് റിസ്വാൻ. സംഭവം എന്താ, നമുക്ക് മാറ്ററിലേക്ക് വരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ആ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കണേ നമ്മളെ തറവാട്ടിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മറ്റേ പെരിയെന്നാണ് വരുന്നത്. അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു സിമ്മിന് റേഞ്ച് കിട്ടണില്ല അല്ലേ മമ്മ? ആകെ കിട്ടുന്ന വല്യമ്മാൻ്റെ സിമ്മിന് മാത്രമുണ്ട്. ഏതാ സിം ഏതാ? മാത്രമുണ്ട്. അത് കോൾ ചെയ്യാൻ ഉപയോഗിച്ചാൽ നെറ്റിന് പറ്റൂല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അല്ലേ ഗൈസ്, നമ്മളവിടെ വൈഫൈ എന്നുള്ള ഓപ്ഷനാണ്. വൈഫൈ ആണെന്നുണ്ടെങ്കിൽ നടക്കൂല, ഒരു ഇതില്ല, നടപടി ആവൂലടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈഫൈൻ്റെ ആൾക്കാരെ വിളിച്ചു, ഓരോട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പോണിൻ്റെ ഒരാഴ്ച മുമ്പേ ഓരോട് പറഞ്ഞാണ്. അപ്പോൾ ഒരെണ്ണം വന്ന് സെറ്റ് ചെയ്യാന്നൊക്കെ ഓല് പറഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് 17ാമത്തെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ തട്ടിക്കളിക്കാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടകപ്പേരയാണ്. അപ്പോൾ വാടകപ്പേര ആയിക്കൊണ്ട് ഇനിയിപ്പോൾ ഓല് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇനിയിപ്പോൾ വിറ്റ് പോവുകയാണല്ലോ. അപ്പം ഇനി അവിടെ ആർക്കും യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓല് റീസൺസുകൾ പറയുന്നത്. ബുദ്ധിമുട്ടാവും. നമ്മൾ വെറുതെ നമ്മൾ പൈസ അങ്ങോട്ട് സെപ്പറേറ്റ് എക്സ്ട്രാ തരാമെന്നൊക്കെ പറഞ്ഞു. എവിടെ എന്നിട്ട് ഒന്നും നടപടിയാവില്ല. അവസാനം എന്ത് ചെയ്തു, ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ കാട്ടിക്കോളി പറഞ്ഞു. ഒരു വൈഫൈ കിട്ടാത്തതിൻ്റെ ഇടങ്ങാറാണ് ഗൈസ്. നിങ്ങൾ അറിയണം. റിസ്വാനൊക്കെ ഒരുപാട് മണ്ടി ഇറങ്ങുന്നത് അതിൻ്റെ ബാക്കിൽ, റിസ്വാനും മോണ്ടനൊക്കെ ഇതാക്കണേ. ഓർമ്മല്ല ഗൈസ്, അനു പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. കാരണം നമ്മളൊരു അതെ കേസ് കൊടുക്കാന്നെങ്കിലും പറഞ്ഞാൽ ഓല് വെച്ചൊരു നമ്മൾ സന്തോഷം ഇന്നങ്ങനെ ചിരിച്ചിട്ട് ഞങ്ങളെ കേസ് കൊടുത്തോളി. അവർക്ക് അത്രയേ പോയിട്ടോ. നമുക്ക് കേസ് പറയുമ്പോ വലിയ പേടിയാണ്. ഇത് അവിടെ ഓലിക്കത് ചേലാതേക്കാരേ ഈ കേസ് കൂട്ടാറുന്നില്ല കാര്യം, നമുക്ക് പേടിയാണ്. വൈഫൈന്റെ ആൾക്കാര്. അപ്പോൾ ഗൈസ് അതാണ് നമ്മളെ മെയിൻ പ്രശ്നം. നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ പ്രശ്നം നമുക്ക് വൈഫൈ ഇല്ല. പിന്നെ കോൾ ചെയ്യാനാണെങ്കിൽ അതിനും വേണ്ടി ഗൈസ് നമ്മൾ ഈ കുന്നും കണ്ടല്ലോ, ഏത് സിം എടുത്തു കഴിഞ്ഞാലും 5G ആയിക്കാരോ നമ്മൾ ഈ കുന്നുമ്പേ. ഇനിയിപ്പോൾ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും BSNL എന്താ മട്ടെന്ന് അറിയില്ല. അപ്പൊ മക്കളെ അതും കുന്നാണ് ഇതും കുന്നാണ്. അത് കുന്ന ആര് പറഞ്ഞ അത് കുന്നാന്ന്? അത് കുന്നൊന്നും അല്ല, അത് കയറ്റം അതന്നെ. ഇതാണ് കുന്ന്, ശരിക്കുള്ള കുന്ന് ഇതാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ വൈഫൈ ഗൈസ് ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ തന്നെ വൈഫൈ വെക്കുക അല്ലേ? ഇവിടെ തന്നെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രം ഇങ്ങോട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആയത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് പേരിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പഞ്ചായത്ത് പേരെ നമ്മൾ കുട്ടി വിളിച്ചിട്ടുണ്ട്. അന്നോട് ആരാടാ വ്ളോഗിൽ പോകാനിരിക്കാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് വരെ കഴിച്ച് നമ്മൾ പഞ്ചായത്തിന് റിട്ടേൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി റിട്ടേൺ കൊടുക്കാൻ വിചാരിച്ചപ്പോഴാണ് ഒരു അത്ഭുതം അവിടെ നടന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് കഴിച്ച് നമുക്ക് ടോട്ടലി 4 ലക്ഷമാണ്. അപ്പോൾ അത് റിട്ടേൺ കൊടുക്കാൻ നേരത്ത് നമ്മൾ പോയി ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു നിങ്ങൾ റിട്ടേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം റിട്ടേൺ കൊടുക്കാനാണ്. ഓൽക്ക് പാസ്സായെന്ന് തൊട്ട് നമ്മൾ വാങ്ങിയ അവിടെ നിന്നിട്ടൊക്കെ ഓൽക്ക് കൊടുക്കാനാണ്. നമുക്കൊരു പലിശ ആണെങ്കിലും 2 ലക്ഷം 4 ലക്ഷം ഉറുപ്പ്യക്ക് പിന്നെ 2 ലക്ഷം പലിശ. അതെന്ത് പരിപാടിയാന്ന് കഴിച്ച് നമുക്കറിയില്ല. അത് 4 ലക്ഷമാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു മൂപ്പരാൻ പറഞ്ഞു കുറച്ചൊക്കെ ഏറെ ഉണ്ടാവും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 10-20,000 റുപ്യ ഏറെ വിരയിക്കാരെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഓല് പറഞ്ഞത് 4 ലക്ഷം ഉറുപ്പ്യക്ക് 6 ലക്ഷം ഉറുപ്പ്യ നമ്മൾ റിട്ടേൺ കൊടുക്കണം. 20 പറഞ്ഞാൽ ഞാൻ പേടിച്ചാണല്ലോ. 20 അപ്പോൾ നോക്കുമ്പോൾ 2 ലക്ഷമാണ് കൊടുക്കേണ്ടത്. എന്താ പിന്നെ നമ്മളിപ്പോൾ അതിന് ഇപ്പോൾ തൽക്കാലം ഈ മഴക്കാലം കഴിച്ചോളം പ്ലാസ്റ്റിക് കിട്ടും നിർത്താം. മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെരുമാറ്റം ഇട്ട് കഴിയുമ്പോൾ കൊണ്ടിടാം. മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാട്ടാം. അപ്പോൾ കഴിച്ച് നമ്മൾ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ പഞ്ചായത്ത് വരെ മുകളിൽ വാർപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ വാർപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ മറ്റേ ഈ വെട്ടലിത്തെ കല്ലാണ്. അപ്പോൾ ആ കല്ല് നമുക്ക് മഴ പെയ്ത് ആ കല്ലും ഇതൊക്കെ പോകും. അപ്പോൾ നമ്മൾ റിസ്വാനോട് പറഞ്ഞു എടാ അന്ന് നമ്മൾ ആദ്യം വിചാരിച്ചതിനെ പെരൻ്റെ മുകളിൽ കൂടെ ഓടിടാനാണ്, അതായത് കല്ലുമ്മ കൂടെ ഓട് വെക്കാനാണ്. അപ്പോൾ അവൻ പറഞ്ഞു അതിലേറെ മെച്ചം
നമ്മൾ ഈ തറവാടത്തെ മേളത്തെ ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ താമസമില്ലല്ലോ അപ്പോൾ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് കാണാം. അത്യാവശ്യം നല്ല വിലന്റെ ഷീറ്റ് ആട്ടോ. 5000-6000 റുപ്യന്റെ ഷീറ്റാണ് കൈസ്. അത് നല്ല വലിപ്പമുണ്ട്, പേരെ ഫുള്ളായിട്ട് കവർ ആവും ചെയ്യും. അപ്പോൾ ഈ ഷീറ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് വാർപ്പിന്റെ നെറുവിലിടാം. വാർപ്പല്ല നമ്മളെ പേരിന്റെ മുകളിൽ നടുവിൽ എന്തെങ്കിലും പിന്നെ പറങ്കുള്ളി എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി നിങ്ങളൊക്കെ. അത് എന്താ അതിന് അവിടെയൊക്കെ പൊടിയണി കൊമ്പുണ്ട്, പൊടിയണി കൊമ്പുണ്ട്. പൊടിയണിന്റെ ഒക്കെ കൊമ്പ് തൽക്കാലം ഇതിന്റെ ഫൈബറിന്റെ വൈഫൈന്റെ അല്ലേ? ഫൈബറിന്റെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യണ സുഖമാണ്. നമ്മള് കൊറേ നോക്കി, ഫൈബറിന്റെ ആൾക്കാർ നോക്കി, ഏഷ്യാനെറ്റ് ഏതൊക്കെയാണ് നോക്കിയത്, എയർടെൽ ഇല്ലായിരുന്നു നമ്മൾക്ക്. ജിയോ ഫൈബർ ഉണ്ട് നമ്മൾക്ക്, ഫൈബർ ഉണ്ട്. പക്ഷേ അതിക്ക് വിളിക്കുമ്പം കസ്റ്റമർ കെയർ ഒരു റോബോട്ട് എന്തോ ആണിത്, കോള് കണക്റ്റ് ആക്കൂല. പിന്നെ നമ്മൾ ഇടക്കര പോയി ചോദിച്ചിട്ടില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മളെ പണി തുടങ്ങിയല്ലേ? പണി തുടങ്ങാം. അപ്പൊ കഴിച്ച് നമ്മളെ പണി തുടങ്ങുകയാണ്. എന്താ അമ്മമ്മ ഇതൊന്നല്ല, ഇത് തീരെ വലിപ്പുണ്ടാവും. ഇതാണ് അയക്കേണ്ടിയെ. അതാകുമ്പോ നല്ല വലിപ്പം ഉണ്ടാവും ചെയ്യും, നമ്മളെ പരിപാടി നടക്കും. കത്തി അവിടെ ആണോ? അതെ, കടയിക്കാരല്ലേ, കടം പറഞ്ഞേക്കാരല്ലേ വൈഫൈനോട്. എന്നാലും കുഴപ്പമില്ലേ. ഇതിപ്പോ ഞാൻ ആലോചിക്കണം എന്താ അറിയോ, ഇത് വെക്കാൻ തന്നെ കഴിച്ച് നമ്മൾ അയാളെ കൈയും കാലും പിടിച്ചിട്ടാണ് വെക്കണത്. ഇനി വെച്ച് കഴിഞ്ഞിട്ട് അയാളോട് റീചാർജ് ചെയ്യാൻ പോകുമ്പോ എന്താ മട്ടം നമുക്കറിയില്ല. ആണോ? റീചാർജ് മാത്രല്ലേ, ഇടക്കിടക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ വിളിച്ച ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ആലോചിക്കുക, ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഞാൻ എത്ര വട്ടം എന്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററി കാട്ടിത്തരാഞ്ഞ് എത്ര വട്ടം വിളിച്ചറിയോ. വാട്സിൽ ട്രൈ ചെയ്തു, അല്ലാതെ ഇതാക്കി, എവിടെ ഒരു റെസ്പോണ്ടും ഇല്ല. അതിന്റെ കുറച്ചപ്പുറത്ത് വേറെ ടീമുണ്ട്, വൈഫൈ ചെയ്യണ വേറെ ടീം. അപ്പൊ ഞങ്ങൾ ഓലോട് ചോദിച്ചു, നിങ്ങളിൽ വെച്ചിരണോ? ഓല് വെച്ച് തരാണോ? ഓല് വെച്ച് തരാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളത് വേറെ ലൈനിലത്തെ ആൾക്കാരാണ്. അപ്പൊ ഇവരെ സമ്മാനമാണ്, ഇവരൊക്കെ സമ്മാനം തരൂല, ഇവർക്കൊക്കെ വെക്കാനും പറ്റൂല. ഇതിപ്പോ രണ്ടിന്റെ അടിയിൽ കിടന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നട്ടം തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അല്ലേ? എന്നാ പരിപാടി എന്താണ്? ഇത് അയച്ചല്ലേ, കെട്ടയച്ചല്ലേ? കത്തിയൊക്കെ ഉണ്ട്. ഇല്ല, ഓ എന്താ മൂർച്ചം. വിട്ടത്തിയാണ്, ഉമ്മമാന്റെ വിട്ടത്തിയാണ്, നല്ല മൂർച്ചുണ്ട്. എവിടെ ഒതിലേ ഇവിടെ ഇങ്ങനെയാണ് മൂർച്ച. കോണില്ല, ഈ കയറൊക്കെ ആകെ ഇതായിക്കണല്ലോ. ഉമ്മ കുത്തരുന്ന് അയച്ചണേ, കാരണം ആ കയറൊക്കെ ആകെ പൊയ്ക്കണ്. അല്ലടാ കഴിച്ചാൽ നീളം കിട്ടുകയാണെങ്കിൽ. ഇതെന്താ തയ്യുണ്ടോ? ഞങ്ങളെ പേരിൽ ഞങ്ങളെ തറവാട്ടിൽ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കൊക്കോ തോട്ടം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മരമാണുള്ളത്. അങ്ങനെ അവിടെ കണ്ടോ, അവിടെ അങ്ങനെ ഒന്ന് പൗത്തിക്കണേ. അതൊക്കെ ചെറുതാകുമ്പോൾ തന്നെ പൗക്കുക. നാള് കുട്ടികളെ, അതായത് പേരക്കുട്ടികളൊക്കെ വന്നപ്പോൾ, അതായത് റിതു ഫിദു അതുവരെയൊക്കെ വന്നപ്പോൾ കുറേ ഞങ്ങൾ പറിച്ചാണ്ടൊക്കെ തിന്നൊക്കെ ചെയ്തിനി. എല്ലാവരും കൂടി ഒരു 3-4 ജനം കിട്ടി അല്ലേ? ആ അതെങ്കിൽ അത് കിട്ടി. ഉമ്മ എന്നാ അറക്കൽ തുടങ്ങിക്കോളി, ഇങ്ങോട്ട് വരി. പേരന്റെ ബേക്കൊക്കെ എന്താ അവസ്ഥ ആവട്ടോ, കാരണം നമ്മൾ 3 ആഴ്ച മുമ്പ് അത് ഈ ആകെ പൊയ്ക്കണം മമ്മ. ഇതുകൊണ്ട് ഇങ്ങോടെ കെട്ടിക്കഴിഞ്ഞാലേ ശരിയാവില്ല. അല്ലടാ, ഇത് കണ്ടിട്ട് ഇപ്പൊ ഞങ്ങള് ഇതുകൊണ്ട് തന്നെ എന്നിട്ട് ഞങ്ങള് കൊറേ കാലം പിന്നെയും നിന്നു. ഇതില് ഇവിടെ വെട്ടി ഇനി അവിടെ ഈ പൈപ്പൊക്കെ എന്താ ചെയ്യണേ? പൈപ്പൊക്കെ ഇവിടെ തന്നെ തന്നെ നോട്ടല്ലേ? പിന്നെ ഇനിയിപ്പോ അടുത്ത് കെട്ടിയപ്പോടെ ഇവിടെ മാറി നട്ടോ മമ്മ. എടാ നടക്കട്ടെ. ചോരടാ കയറുണ്ടപ്പോ ആവേശത്തിൽ മുറിച്ചാ. എടാ മാനെ, എടാ നോക്കേ അയിമ കരി കണ്ട അത് നാളെ കെട്ടിയടാ. വെള്ളം മമ്മ, വെള്ളം നട്ടുണ്ട. ഒരു പണിയെടുക്കുന്ന അടി കൂടി അടുത്തത് അതിന്റെ അടി കൂടെ അടുത്തപ്പോ പിന്നെ ഇട്ടുകാട് പോവുകയും ചെയ്യും. ഇട്ടാ മതി. അവിടെ നിക്കല്ലിട്ടോ, അവിടെ തന്നെ. അതിന്റെ കാല് മാറ്റി കുട്ടിയെ കൊഞ്ഞാട് ആ ഓട്. ഓടോ മാറി പല്ലും കാട്ടി നിക്കണ്ട, പല്ലൊന്നും ഉണ്ടാവില്ല. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ കെട്ടി. അല്ല ഷീറ്റ് അപ്പുറത്തെ ഭാഗത്ത് കഴിച്ചോടാ ജി പ്രസാനെ? ജനൽമ കെട്ടിക്കള കുട്ടി ബാത്റൂമൊക്കെ നോക്കി കയറിക്കോട്ടോ. അതില് കുഴപ്പമില്ല. ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോ.
ആ കമ്പി കൂടെ കെട്ടിക്കണം അപ്പം ആര് ആരും കാണാനൊന്നുമില്ല, ആൾ താമസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തോട്ടല്ലേ കണ്ടോ. ഇവിടെ ഇപ്പൊ പൊന്തക്കാട് ഇതൊക്കെ വളർന്നു, ജന്തുക്കൾ ഉണ്ടോന്ന് നമുക്കും അറിയില്ല. നോക്കി നിക്കണം. കോഴി ഫാം ആക്കാൻ അവിടെ കിടക്കുന്നുണ്ട്, നോക്കടാ ചക്ക. പക്ഷെ കോയില്ല. എവിടെ ചക്ക എവിടെ? ആ അതിന്റെ മുകളിൽ ചക്ക കാണണ്ടോ മോണ്ടജി? അത് ഇടണം കേട്ടോ. അത് നമുക്ക് ഇടണമെന്നുണ്ട് ഇൻഷാല്ലാ. ആ അത് കഴിഞ്ഞിട്ട് വന്ന പണി തീർക്കണ്ടേ? ആ ഇത് കഴിഞ്ഞിട്ട് വാടക്കോല്ലേ ഇത് നിക്കും അമ്മമ്മ പൊട്ടിക്കൊഴിഞ്ഞാടോ ഇതിന് മുമ്പ്. ഒരു കുത്തന്നെ കൊടുക്കണടാ, മൂക്കാനായി കേട്ടോ. മൂക്കാനായില്ലേ ഗൈസ്? നമുക്കിവിടെ സ്വന്തമായിട്ട് ഇതുണ്ട് കേട്ടോ, അതായത് തോട്ടം തന്നെ ഉണ്ട്. തോട്ടം നോക്കാൻ വന്നല്ല, ഈ പണി എടുക്കണം. സൂര്യടാ അല്ല ഫ്ലോർ എടുക്കുമ്പോ കണ്ണോണ്ടല്ലേ കാകണത്, കഞ്ഞോണ്ടല്ലേ പണി. അല്ലെ നമ്മളിവിടെ പോയിട്ട് പന്നിയൊന്നും വന്നിട്ടില്ല കേട്ടോ. ആര് പറഞ്ഞു? അപ്പുറത്ത് കളിച്ചിട്ട് അമ്മ കണ്ടില്ലയോ? ഏന്നോ കളിച്ചിട്ട് മിഞ്ഞ അടുത്ത കഴിഞ്ഞത്തെ വ്ളോഗില് കാട്ടി കിടന്നില്ലേ? ഏതാക്കിയാ ഇവിടെ കേൾക്കണ ചെറുതായിട്ട് മാതിട്ടാണ് പോയിനി കണ്ടോ. എടാ ഇത് പന്നിയല്ലാട് കുട്ടിയെ. പന്നിയല്ലേ ഞാനാണത്. അത് തുറപ്പന ഈ പെരിച്ചായി കഴിക്കാറടാ. ആണോ? പെരിച്ചായി ആരാണെന്നുണ്ടെങ്കിലും ഒന്ന് പെരിച്ചായി ഇങ്ങനെയൊന്നും കാട്ടൂല, ഒന്നും ഇല്ലാത്തോട്ട്. പെരിച്ചായി ചേമ്പും ചേനയൊക്കെ എടുക്കുള്ളൂ. അപ്പൊ പന്നിയോ? നമ്മളിവിടെ മാറുന്നപ്പോ ഇവിടെ ആകെ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലയില്ലേ, ആൾ താമസം ഇല്ലാതെ വന്നപ്പോഴേ. പച്ചപ്പ് നിറയെ കാടും പന്നിയും കണ്ടില്ലേ ഇങ്ങോട്ടൊക്കെ. മറ്റേ എന്നും ഉള്ളി പറിച്ചല്ലേ കണ്ടോ. മറ്റേ വല്യമ്മ രാവിലെ വരും, രാവിലെ ഇറങ്ങിയാല് എപ്പഴാ ഇവിടുന്ന് കയറില് ഇങ്ങനെ തുള്ളി പൊറുക്കാതെ ഉമ്മമ്മ. ഇതിപ്പോ ഉമ്മമ്മ അവിടെ അല്ലല്ലോ, ചൂരിട്ടാണ്ട് ഇറങ്ങിയാലേ. അത് മാങ്ങമരല്ലേ ഗൈസ്? ഞങ്ങൾ ഇതേ സെയിം ലൊക്കേഷനിൽ തന്നെ ഉണ്ട് ഒരു വലിയൊരു മാങ്ങമരം ഉണ്ടായിന്. പിന്നെ അത് അങ്ങോട്ട് തൂങ്ങി നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, മാങ്ങ ഒക്കെ മുകളിലുണ്ടാവില്ലേ. ഞങ്ങൾ ഇവിടുന്ന് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് എന്നിട്ട് അപ്പുറത്തെ പേരമത്തെ ഓട് പൊട്ടും കുറെ അപ്പുറത്തെ നിന്ന് ചീത്തൊക്കെ കൊണ്ട് അവസാനം അമ്മ ഗതിയോടാണ് വേണമെന്നില്ല മാരാണ്ട് വെട്ടി കളഞ്ഞു. അല്ലെന്നാ ചീത്ത പോലെ ഡബ്ബർ ചെരിഞ്ഞു, ഡബ്ബർ പോയി. പരാതിയോട് പരാതി, എന്നും പരാതി. കാരണം കുടുംബക്കാരും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കല്ലെടുക്കുക എറിയും മോൾക്ക്. മേത്ത് വരെ തട്ടുണ്ട്. ആ ആൾക്കാരെ മേത്തൊക്കെ കൊള്ളും ചിലപ്പം കല്ലുമായ ചെയ്യുന്നുണ്ട്. മുറിച്ചാ പിന്നെ ഗതിവരില്ലല്ലോ. അവിടെ തന്നെ കേട്ടോ പിന്നെ ഇപ്പൊ മാങ്ങ ഉണ്ടാവണം. ഇത് കുഴിച്ചിട്ടാ അമ്മമ്മ? ആണോ? ഞാൻ കുഴിച്ചിട്ട് ഒക്കെപ്പാടെ തെച്ച് ഉണ്ടാകണുണ്ടാട്ടെ കുഴിച്ചപ്പോ പിലാവും മാവും ഒക്കെപ്പാടെ ഒന്നിച്ച്. എവിടെ മോൾക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എന്നിട്ട് ഓല് വാതിൽക്കൊക്കെ ഏത് ജന്തുക്കളും കയറി പോവില്ലേ ആയിക്കൂടെ? അത് പിന്നെയും കുഴപ്പമില്ല, ഇതാ ഫ്രണ്ടിൽ വെച്ചെടുത്താ പോരെ. ഞാനടാ തൂങ്ങിയപ്പോ അതൊന്നും കെട്ടിയടാ, അല്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോക്കെ. ഇപ്പൊ നമ്മള് ഇതാക്കണ ഈ 4 ഭാഗത്തും ഇവിടെ 4 ഭാഗത്ത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഊരിയിട്ട് അവിടെ പെരമ കൊണ്ടിടാൻ പോവുകയാണ്. ഈ പെരമന്ന് എടുത്തിട്ട് അങ്ങേ പെരമക്ക് പുതിയ പെരമ കൊണ്ടിടാൻ പോവുക. പഴയ പെരമന്ന് ഞമ്മക്ക് പുതിയതാണ്. അത് വലിച്ചു പ്രശ്നം നോക്കി വലിച്ചോടോ, തലമക്ക് ഓട് കഴിഞ്ഞാണ്ട. കാരണം എന്താ അറിയോ, കുറെ ഓടുമ്പോട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇത് മെല്ലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ മേത്തേക്ക് കൊഞ്ഞാടാനും കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെ പോട്ടെ ഇത്രക്കും വലിപ്പം കേട്ടോ. ഇതിനെല്ലാം എനിക്ക് അത്യാവശ്യം നല്ലോണ്ട്. ഞങ്ങൾ അന്ന് അവിടെ ഇല്ലേല് ഏറ്റവും വലുതെടുത്തിട്ടാ പോകുന്നതിന്. എത്രയാടാ? 7 ഉറുപ്പ്യേന്റെ എടുത്തിട്ടായില്ലേ മോണ്ടാ അന്ന് നമ്മള് വാങ്ങിയപ്പോ? ഏകദേശം ഇവിടെ അയക്കണ നോക്കിയാ, ഇവിടെ നോക്കിയാ, നേരെ നോക്കിയാ ഗൈസ് നിങ്ങൾക്ക് കാട്ടി തരട്ടോ. ഇവിടെ നോക്കിയാ ഇവിടെ ഇങ്ങനെ അയക്കണ്, മറ്റോടത്ത് പൊട്ടിയിട്ട് അവിടെ എങ്ങനെ തൂങ്ങിക്കണേ. 5-8 മാസായില്ലേ? എങ്ങനെ മമ്മ? 5-8 മാസായില്ലേ? 5-8 മാസായി. കഴിഞ്ഞ 6 മാസം മഴക്കാലം, ഇപ്പൊ വേനല് 6 മാസം. ഒരു കൊല്ലം കഴിഞ്ഞടാ. ഇപ്പൊ മഴക്കാലം തുടങ്ങി 2 മാസം പിന്നെയായി. ഒരു കൊല്ലം 12 മാസം ഇതിന് മുകളിൽ കാര്യം ഷീറ്റ് വെച്ചിട്ട്. അതുകൊണ്ട് കൊറേയൊക്കെ ഞങ്ങള് ഇപ്പൊ കണ്ട പുതിയ ഓട് നനവന്നല്ല ഇനി മഴ. ഇത് അന്ന് ആ ഷീറ്റ് വെച്ചോണ്ട് ഞങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഉപകാരം ഉണ്ടായിന്. കാരണം ഒരുപാട് ചോർച്ചയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒഴിവായി കിട്ടി. അതിന് മുകളിലൊക്കെ ഓടുമ്പുട്ടകൾ ഒത്തിരിക്കണ്. ഇപ്പൊ വന്നപ്പോ തുടങ്ങിയ കോളാ ബിസിയാണ്. ആരാണെന്നൊന്നും അറിയില്ല. കസ്റ്റമർ കെയർ ആണോ? ഇമ്മേ അപ്പൊ കുഴപ്പമില്ല. അവിടെ വലിച്ചപ്പോ നോക്കിട്ടോ അവനെ ആ മൂല അവിടെ കെട്ടയച്ചിട്ടുണ്ടാവില്ലടാ. എല്ലായിടത്തും കെട്ടു. അല്ല അവിടെ ചെന്നിട്ടേ സെന്ററിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കണ്ട. അതെന്ത് ചെയ്യാ? ആണോ? ഇവൻ മറ്റേതാണല്ലോ ഡിസൈനർ എന്തോ അല്ലേ? അവിടെ ഒരു കെട്ട് കാണോ, അതാണ് പോരാട്ടം. അവിടുത്തെ കെട്ട കഴിച്ചാണ് മമ്മ. ഗൈസ് നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഗൈസ് ഈ സാധനം നമുക്ക് മടക്കാനുള്ള സ്പേസ് കിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ആകെ ഇത്ര ഏരിയ ഉള്ളൂ, വലിയ ഷീറ്റാണ്. അപ്പൊ നമ്മള് മടക്കാൻ വേണ്ടിട്ട് അപ്പുറത്തുണ്ടോ അവിടെ
കുറച്ച് ദിവസം മുമ്പ് ആൾക്കാർ വന്നിട്ട് പുല്ല് ഇതൊക്കെ വെട്ടിയാണ് പോയിക്കണം. അപ്പോൾ അവിടെ നല്ലൊരു കാലി ഏരിയ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയാണ്ട് മടക്കി വെച്ചിട്ട് കൊണ്ടുപോകാം. അതാകുമ്പോൾ നമുക്കൊരു വീറും വൃത്തിയിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യമാണ് കൊണ്ടുപോകുന്ന നിർസാനം നടന്നോ എന്നാൽ ശരിക്കും പിടിച്ചോട്ടോ. താഴെ തട്ടാന്ന് നോക്കിക്കോ. കുറ്റി ഇതൊക്കെ ഉണ്ടാവും. കുറ്റിയും കല്ലൊക്കെ ഉണ്ടായതുകൊണ്ട് തട്ടി കയറാൻ ചാൻസ് ഉണ്ടാവും. കയറി കഴിഞ്ഞാൽ ആകെ പാളും ചെയ്യും. പോട്ടെ 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 നടന്നോളി. പോട്ടെ 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 കുഞ്ഞാളോട്ടെ മമ്മ പോട്ടെ. ഞാനിന്നാ പ്രതികരിക്കട്ടെ. ഈ തല പിടിക്കും. ഇതെങ്ങനെയും കൈസ് ഒന്ന് മടക്കി വെക്കാൻ നോക്കട്ടെ. കാരണം മടക്കിയിട്ടേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആകെ കൂട്ടി വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ആകെ പാളും. മടക്കി കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ അല്ലേ മമ്മ? മടക്കിയ പ്രശ്നമല്ല, മടക്കണം. ആ ഒരു തലട്ടി റിസ്വാണ്ടയിൽ ഒരു തലട്ടി. ഇത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വരണന്നാ? ഞാൻ അങ്ങോട്ട് വരണോ? എന്നാ അമ്മമ്മ ഇമ്മമ്മ അവിടുന്ന് അങ്ങോട്ട് നടത്തി. അവിടെ മുള്ളല്ലോ ഇങ്ങോട്ട് വരും. അത് കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ആ ഇമ്മമ്മ അവിടുന്ന് ഇങ്ങോട്ട് വരും. ഇമ്മയും അവിടുന്ന് ഇങ്ങോട്ട് വരും. വന്നാ അവിടെ ഇങ്ങോട്ടോ എങ്ങോട്ടേലും വന്നാ മതി. ഉമ്മ അങ്ങോട്ടല്ലേ? എന്നാ വലിയൊരു സാധനം ഇത് മടക്കാനാണെന്നുണ്ടെങ്കില് എന്ത് വെയിറ്റാണ് ഈ സാധനത്തിന്? ഒരു പ്ലാസ്റ്റിക്കിന് മാതിരി കാനോ. എന്നാ ഇമ്മമ്മ എന്തിനാ അങ്ങോട്ട് പോയേ? ആര് പറഞ്ഞു? ഇമ്മമ്മ അങ്ങോട്ട് വരി. വലിച്ചാണ് ഇങ്ങോട്ട് വരി. അത് ശരി, ഇമ്മ അങ്ങോട്ട് വരൂല്ലേ ഇഞ്ഞോ? എന്നാ ഞാൻ വലിച്ചു പിടിച്ചാണ് ഇമ്മമ്മ. അതേ മൈക്ക് വലിച്ചുപിടി. പോട്ടെ 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 പോട്ടെ. സെൻറ്റർ നല്ലോ ആയിക്കോട്ടെ ഇരിക്കട്ടെ. എന്നാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണോ? ഞാൻ അങ്ങോട്ട് വരാം. ഇമ്മമാരുടെ അടുത്തേക്ക് അങ്ങോട്ട് വരാം. നടു പിടിച്ചോ. ആ കയറിനെ മാറ്റിക്കള. ഓക്കെ, ഇത് പിടിച്ചാണ് ഇമ്മമ്മ. പിടിച്ചു പിടിച്ചു കിട്ടോ. ഇത്ര പണിയുള്ളൂ. ഇത്ര പണിയുള്ളൂ എന്നോ? എന്നിട്ട് ഇത്രയും നേരം കാണുന്നാണ്ട് മുക്കിനണ്ടീനല്ലോ. ഇത്ര പണിയുള്ളൂന്ന്. അവിടെയും പിടിച്ചോട്ടോ. മടക്കിക്കളാം. അതാകുമ്പോ ഒരു ചൊറുക്കില് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓവറ് ദുൽമില്ലാതല്ലേ അമ്മ? ഇത്രയൊക്കെ ഐഡിയ ഉണ്ടായിട്ടാ ഞാൻ തന്നെയല്ലേ കൊടുന്നു. മുള്ളുത്തിയോ? അപ്പൊ എന്താ കാട്ടീനെ? അവിടെ ഫുള്ള് മുള്ളാളേ കൈസ്. അവിടെ കാണാം മൊത്തം മുള്ളാണ്. കെട്ടണത് കെട്ടാന്നുണ്ടെങ്കിൽ കെട്ടിക്കളാം. കയറത്തിലും ഉണ്ടല്ലോ. ഇങ്ങനെയാണ് നല്ലോണം കെട്ടിക്കളാം. ടൈറ്റ് കെട്ടിക്കളാം. അതിന് ഇവിടെ എന്തിനാ വാതിൽ കൂട്ടണ്? എന്നാ ചെന്ന് പൂട്ടിക്കോളി. വെറുതെ ആളില്ലാന്നുണ്ടെങ്കിലും പെര പൂട്ടി കിടക്കണം എന്നല്ലേ അല്ലേ മാമ? കയറ് കെട്ടിട്ട് കയ്യില്ലല്ലോ. അത് എത്രക്കും ഉണ്ട്. എനിക്ക് എത്ര ആണെന്നുണ്ടെങ്കിൽ കേട്ടാ അല്ല അത് മതി. വെറുതെ ചുറ്റിയാണ് കെട്ടി വെച്ചലാ. വെച്ച് കെട്ടും. അങ്ങനൊക്കെ അത് മതി. കാലുമേ തുള്ളി വെള്ളം പാറ്റ അപ്പൊ വെട്ടിയാ പോരെ? എന്നാ പൊക്ക് പോലെ. ആണോ? വാ. ഇത് ഗൈസ് ഇതും കൊണ്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. അവിടെ ചെന്നിട്ട് അത് വിരിച്ചണം. ഇപ്പൊ എന്താവോ മഴ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് തന്നിക്കണേ. എത്ര നേരത്തിന് ഉണ്ടാവും അറിയില്ല. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ വരാം. ഗൈസ് ഞങ്ങളിപ്പോൾ ഇനി നേരെ നമ്മളെ പെരുന്നങ്ങോട്ട് പോയൊക്കെയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വടിയാണ്. കാരണം സെൻറ്റർ കൂടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കാം. ഇനി അവിടെ ഏതെങ്കിലും മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടിമുറിച്ചിട്ട് അതും കൂടിയും വെക്കും ചെയ്യാം അല്ലടാ. അപ്പോൾ നേരെ എന്തായാലും ഞങ്ങൾക്ക് ഇനി അവിടെ എത്തട്ടെ. ഇതോ? ഓക്കെ, എങ്ങനെയാലും എന്തായാലും ചെയ്യാൻ നോക്കട്ടെ ഗൈസ്. ഞങ്ങളോട് ഒരു സത്യം പറഞ്ഞു കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഈ പെരൻ്റെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പെരക്ക് ചൊറുക്ക് കൂടിക്കൂടി വരികയാണ്. ഈ ശ്രദ്ധിച്ചിനോ? ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വന്ന് നോക്കിയാ ഇത് നോക്കിയാ ജി. നമ്മൾ ഈ 3 മരങ്ങൾ വെച്ചില്ലേ, ഇത് നോക്കിയാൽ നല്ല രീതിക്ക് ഉണ്ടായി. കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു തണലും എനിക്ക് നല്ലൊരു ഇതായിട്ടാണ് ഫീൽ ചെയ്യണേ. പിന്നെ പോരാത്തിന് കിണർത്ത വെള്ളമൊക്കെ നോക്കിയാൽ അന്നതിൻ്റെ കോലം എന്താണ് കിണർത്ത വെള്ളത്തിൻ്റെ ഒക്കെ. ഇപ്പോൾ വന്ന് നോക്കിയാൽ എന്ത് തെളിച്ചു നോക്കിയാ മഴ പെയ്തിട്ട് അല്ലേ? നല്ല അടിപൊളിയായി. മഴ ചെയ്താൽ കരളെന്നൊക്കെ പറഞ്ഞു. അവിടെ മഴ ചെയ്തപ്പോ നല്ല തെളിഞ്ഞ വെള്ളം ആണല്ലേ? നല്ല മറ്റേ കഞ്ഞുള്ള മയക്കത്ത വെള്ളം. ഈ ചെടിയാണല്ലോ ഈ ചെടിന്റെ കൊമ്പൊക്കെ ചെറിയ ചെറുതല്ലേ. ഇതാണ് ഗൈസ് ഞങ്ങൾ ഈ പെരിയത്തെ ഹൈലൈറ്റ് കേട്ടോ, ഈ മരങ്ങള്. കാരണം ഞങ്ങളന്ന്
ഇത് എവിടുന്ന് കിട്ടല്ല ഈ അവസാനം അമ്മായിന്റെ പേരിൽ അപ്പുറത്തെ അയലോകത്തെ പേരിലൊക്കെ പോയാണ്ട് എടുത്തു കൊണ്ടു നിൽക്കല്ലേ അതെ ഒരു ഒന്ന് തരുവ വെച്ചിട്ട് ഞാൻ ചെന്നപ്പോഴേ ഇത് കണ്ടതിൽ ഞാൻ പറഞ്ഞ തൈ ആർക്കും കൊടുക്കരുത് ഇത് ഇച്ച് വേണട്ടോ പറഞ്ഞാണ്ട് ഞാൻ പോയി ചോദിച്ച് മുളച്ചപ്പോ തന്നെ മുളച്ച് ഇത്ര ആയപ്പോ എന്നിട്ട് അയറ്റുകൾ ആർക്കും കൊടുക്കാതെ പാത്തിച്ചു എന്നിട്ട് നമുക്ക് തന്നു. കാരണം ഇത് ഗൈസ് നല്ലതാണ്, നല്ല കായാണ്, തിന്നാനൊക്കെ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല തണലിടും. പെരിയിലൊക്കെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണലാക്കി ഒരു പെട്ടെന്ന് വലുതാവൂലേ. പെട്ടെന്ന് വരുമ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വെച്ചത് ഒരു കൊല്ലം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ ഈ സമയത്ത് വെച്ചാണ്. എന്നാ വരി ഗൈസ്, നമുക്ക് എന്തായാലും ഷീറ്റ് ഇടാൻ നോക്കണം. ഇവിടെയും ഈ മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഉടിച്ചിക്കണ്, പക്ഷെ നമുക്ക് നോക്കാം. എന്തായാലും ആ ഷീറ്റ് കൊണ്ടുവന്നിട്ട് മുകളിലൊക്കെ നോക്കാം. എങ്ങനെ ഇതിലുണ്ട് എവിടെ അവിടെ നേരെ ഒരു മുള കൊടുക്കുക, ബാക്ക് കെട്ടി ഉറപ്പിച്ചെടുക്കുക, ഇതിന്റെ ബാക്കും കൊടുക്കുക, കയറിട്ടി കൊടുത്താ പോരെ, അപ്പൊ തൂങ്ങിക്കൂലോ. എങ്ങനെ മതി, ഐഡിയ മൊത്തം ഉണ്ടതേ. റിസ്വാൻ ഉണ്ടാക്കിയ പേരെന്ന് പറയാലോ ഞങ്ങക്ക്. അതൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ എന്റെ കയ്യിലാണ്. ബാ നമുക്ക് ആദ്യം ആ ഷീറ്റ് കൊണ്ടുവരുന്ന എവിടെ കെട്ടി നിർത്തും? ഡ്രമ്മ് പൊളിഞ്ഞാടുവോ? കല്ല് വെച്ച് കണ്ട് തട വെച്ചാൽ നോക്കാൻ പറ്റുമോ? എവിടെ നടക്കോ ഡ്രമ്മ് പിന്നെ അടുക്ക് വെക്കി ഇതെങ്ങനെ എടാ ഇതുമേ വെക്കാൻ പറ്റുമോ? ഈ കിണ്ടലുമേ എന്ത് ഡ്രമ്മോ? ഞാൻ വാർപ്പമേ പോ. പിന്നെ കല്ലപ്പുറമ വെച്ചാൽ വെച്ച് നോക്കി എന്തേലൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ആ മുള കൊണ്ട് വെച്ചോക്കാം. ആ മുള എടുക്കാം, മുള ഉണ്ടല്ലോ ഇവിടെ. അല്ല നമ്മളെ ഈ വായക്കൊല ഉണ്ട് കേട്ടോ. വായക്കോലേ പിന്നെ ഇവിടെ എന്തിനാ വന്നത്? വന്ന് നമ്മള് സീറ്റ് ഇടാൻ ഇപ്പഴത്തെ നോക്കിയപ്പോ ഒരു കൊല കണ്ടു. ആരുടെ അല്ലാണ്ട് നോക്ക്. അല്ല ആറ്റുതോട്ടി ഗൈസ് തറവാട്ടിക്ക് കയറി അവിടെ പോയപ്പോ നേരെ കണ്ടത് മാങ്ങമൂച്ചി. ഇവിടെ എത്തിയപ്പോ വായക്കൊല. ഇതാണ് അവസ്ഥ. ഒരു പണി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ പണി, എന്നിട്ട് വായക്കൊലയും. എടാ കണ്ണോണ്ട് കാണണല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നോ? ഇതാ പിജി അല്ല അവിടുന്ന് നല്ല പ്ലാനാണല്ലോ. കയറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആയിട്ട് കിട്ടണം. അപ്പൊ എങ്ങനെ കിട്ടുക? എടാ അപ്പുറത്ത് ഒരു ഇതുണ്ടാവും, അതായത് സൺഷെയ്ഡ്. നോക്കിയാ ഞാൻ കണ്ടേ, അവിടുന്ന് വെക്കേണ്ടി വരും. പക്ഷെ അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ ആയിക്കോട്ടെ ചാടൂലേ. ഒരു കാര്യം ആദ്യം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം അത് നോക്കട്ടെ. ഞാൻ പറയുമ്പോ ഈ ഡ്രമ്മ് നേരെ സൺഷെയ്ഡ് വെക്കുക, എന്നിട്ട് അയക്ക് മുള വെച്ചിട്ട് ഒരു കല്ല് വെച്ചിട്ട് ടൈറ്റ് കൊടുത്തേക്കില്ല. അപ്പൊ അനങ്ങുമല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ആ മുള നേരെ ഇങ്ങോട്ട് കെട്ടിയിട്ട് ഈ ജനാൽമ കെട്ടി കൊടുത്തായി, പിന്നെ അനങ്ങുമല്ലേ. അപ്പൊ നമ്മൾ അതാണ് നോക്കട്ടെ കേട്ടോ. അപ്പൊ കാണാം. ആദ്യം ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടും എനിക്ക്, ഒരു പ്ലാന്. കഴിച്ച് അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങളെ മണ്ടിപ്പാച്ചിലിനൊടുവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ധാരണയിൽ നമ്മൾ എത്തിക്കണേ. റിസ്വാനാണ് ഇതിന്റെ മാസ്റ്റർ പീസ്. എടാ റിസ്വാൻ എന്നാ ഒന്നും ചെയ്യല്ല. നമ്മള് നേരെ നാട് ഇവിടെ സൺഷെയ്ഡ് ഉണ്ട് ഇതിന്റെ ബാക്കില്. ആ സൺഷെയ്ഡ് നമ്മൾ ഇത് കയറ്റും, എന്നിട്ട് ഇതിക്ക് നമ്മള് ഒരു മുള എന്തെങ്കിലും ഇറക്കിക്കോ. അവിടെ അതേപോലെ തന്നെ വെക്കും. കല്ലുള്ളിൽ വെക്കണം, എന്നിട്ട് മുള നേരെ ബാക്ക് വലിച്ചട്ടാ അങ്ങോട്ടും കേട്ടാ, എന്നിട്ട് ഷീറ്റ് ഇങ്ങനെ കോണാക്കിയിട നമുക്ക്. അങ്ങനെ ഉണ്ടാവും. ചെയ്ത് നോക്കാ, പാളാണെങ്കിൽ മാറ്റാലോ, സമയം ഉണ്ടല്ലോ. ഒരു 8 കാലുണ്ട് ഇതിനുള്ളിൽ, അതിനൊന്ന് മാറ്റട്ടെ ആദ്യം. ആ കടിച്ചാ മതി മോനെ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഡ്രമ്മ് നമുക്ക് ഇവിടുന്ന് കിട്ടിയാണ്. ഇത് വേണ്ടാത്തൊരു ഡ്രമ്മാണ്. അപ്പോൾ അത് നമ്മൾ ഗൈസ് ഇവിടെ വെക്കാൻ പോവാണ്. അവിടെ അപ്പുറത്തൊരു ഡ്രമ്മുണ്ട്. അത് കണ്ടല്ലോ. അത് ഉമ്മ ചോദിച്ചു നോക്കുവോ? അവിടെ ആളില്ലാന്ന് ചോദിച്ചാല് അല്ല ഇപ്പൊ തരും പോലെ ഡ്രമ്മ്. അപ്പൊ ഗൈസ് നമ്മൾ കാട്ടിയ പരിപാടി വെക്കണം. അത് കാണിച്ചു കൊടുത്താ അവിടെ കണ്ടില്ലേ നിങ്ങള് ഒരു മോളിട്ട് കെട്ടിക്കണ്. അതേപോലെ തന്നെ ഗൈസ് നമ്മൾ ഇവിടെയും കെട്ടാനുള്ള പരിപാടിയാണ്. അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ ആ കല്ലൊക്കെ ഉണ്ട് ഗൈസ്. എന്നാ ബാർസാണ് എപ്പുറത്ത് കൂടെ. ആ അത് ശരിയാണല്ലോ അല്ലേ. എന്നാ നമ്മളെ പരിപാടി കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോ. എടാ ആ കല്ലും ഇങ്ങോട്ട് തരണം, അതാണ് മെയിൻ ചടങ്ങ്. ആ കല്ലിങ്ങനെ ആരെ ഏറ്റിക്കൊണ്ടിട്ട് ഇങ്ങോട്ട്. ആ തന്നെ
ഇനി ഗൈസ് നമ്മൾ ഈ മുള ഇതിക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. കല്ലുണ്ടടാ. ആ നല്ല വലിയ കല്ലുണ്ട്. അങ്ങോട്ട് ഞാൻ കൊണ്ടുവരാം. കണ്ടില്ലേ, ഇതിങ്ങനെ ഇതിൽ ഇറക്കി വെക്കും. എന്നിട്ട് ആ കല്ലുകൾ നമ്മൾ ഇതിക്കാൻ ഇടും. അപ്പൊ ഒരു ബലം ആകുന്നാണ് ഞങ്ങള് പറയണത്. അല്ലടാ ജി ഇത് പിടിച്ചെന്നാ, ഞാൻ കല്ല് പോയി കൊണ്ടിട്ടെ. അതാല് കല്ല് കയറ്, ഇതിനുള്ള വിലയില്ല കയറുണ്ടോ? അതെന്തി പിന്നെ ഇമ്മേ ഇത് പിന്നെയും പോട്ടെ ഈ കല്ല്. ഇതാണ് സീനേ. ആ അത് വലിയ കല്ലാണ്. എന്നാലും സീനാടാ. മുക്കിടെ ഞാൻ കൊണ്ടുവന്നേ. ഇമ്മേ കണ്ണുകൂടെ എന്തൊക്കെയാ സാധനം മഴവില് ഇങ്ങനെ പോവാ കണ്ണുകൂടെ. നോക്കിപ്പോ പൊളിഞ്ഞാടല്ലേ. അവിടെ ആദ്യം ഫസ്റ്റ് വെക്കട്ടെ. ആ ഇങ്ങോട്ടുള്ളതിനെല്ലാം ഒക്കെ നമ്മൾ തന്നെ. അല്ലടാ ഇത് നമുക്ക് ഇടുമ്പോ കൈ നല്ല ആ കല്യാണം കൈ കാനം കോളം മറ്റേ കല്ലിന്. ഗൈസ് ഇതേപോലത്തെ വർക്കുകൾ ഞങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ ഇങ്ങനത്തെ. ആ അത് നല്ല കാനുണ്ട്. അയില കൊണ്ടേക്കോ, അയില അതിന് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. നല്ല കല്ല. ഞാൻ ഇങ്ങോട്ട് വാ, ദൂരെ എങ്ങനെ പോവാ, ഇതാകുമ്പോ വലിയ പണിയില്ല. എന്നിട്ട് അവിടേക്ക് വെക്കാം. പിടിച്ചോക്ക് അല്ല പിടിച്ചോക്കത് ഇവിടെ എത്തിക്കിട്ട് പിന്നെ പുറത്തൂടെ സൺസൈഡില്ലേ നോക്കിട്ടോ. ഓക്കെ എടാ കണ്ട അവിടെ ഇട്ടാ ഇട്ടിട്ടാ. അത് ഞാൻ എന്താ ഇതൊന്ന് പൊങ്ങി കിട്ടിക്കഴിഞ്ഞാ അങ്ങോട്ട് കൊണ്ടുപോവാ. നിന്നാ പൊങ്ങി ഇജ്ജ് കാണിച്ചേ, ഇജ്ജ് ഇതിന്റെ ഒപ്പം ഇങ്ങനെ പോര്. ഇവിടെ തിന്നേ പൊന്തിച്ചല്ലോ. അവിടെ വെക്ക്, എന്നിട്ട് അപ്പുറത്ത് കൂടെ പോവാം. പൊന്നോ അല്ലേ അയില വാങ്ങിയ ഇതും കൂടെ പോവാം. അത് കൂടെ മമ്മ കിളിയും പറഞ്ഞ് നടക്കില്ല കേട്ടോ. തല ഉണ്ടാവില്ല, പിന്നെ തല പോയിട്ട് കല്ല് വരും തലമ്മേ. കല്ല് കൊണ്ട് നടക്കാം. ഓ ഞാനും അതന്നെ പറഞ്ഞ അതിൽ കൂടെ പോകാന്ന്. പൊട്ടിയല്ലോ തന്നെ അവിടുന്ന് അവിടെ ടാസ്കല്ലേ. എങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ടുണ്ടോ എന്ത്? ആ ദൂരണ്ടേ. ആ ഇനി വലിച്ചു കെട്ടിക്കോ. ഇനിയാണ് നമ്മൾ ഐഡിയകൾ കാണാൻ പോണത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യം വരും. എടാ കയറി ശരിക്കുന്ന. ആ ഇല്ല ഒന്നും പാടെ ഇങ്ങോട്ട്. ഇതോടെ വരുന്നു, ജനൽ അവിടെ അല്ലേ വരുന്നേ. അപ്പൊ നമ്മള് അവിടേക്ക് ഞാൻ കുറച്ചും കൂടി നീക്കട്ടെ എന്നാ. ഈ വടി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് കൂടെ ഈ സാധനം ഇറങ്ങും. അടക്ക് അതാ മറ്റേത് കാട്ടട്ടെ. ഓ ലൂസായിക്കാം. എന്നിട്ട് ഈ കൂടെ ആ ഇനി വലിച്ചാ. ആ ആ വലിയുണ്ടോ? വലിയുണ്ട്, പക്ഷേ ഒരു ഇതും പാടെ വേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് പാടെ കെട്ട് കൊടുക്കാം നേരത്തെ വായിക്ക്. അല്ലെങ്കിൽ ഒരു കല്ലും പാടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫിക്സ് ആയി. അപ്പം നമ്മൾ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ അടാ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ ആ ടാങ്കിൽ നമ്മൾ കല്ലൊക്കെ കുത്തി നിറച്ച് 3 കല്ലിട്ടു. ആ ഇതിൻ്റെ ഉറപ്പ് നോക്കി ഇപ്പോൾ നിങ്ങൾ. ഇമ്മ കഴിച്ച് മഴയല്ല കാറ്റല്ല എന്ത് വന്നാലും ഇത് തകരൂലെന്നാണ് ഓൻ പറഞ്ഞിരിക്കണത്. ആ അപ്പോൾ കഴിച്ച് അവിടെ നമ്മൾ ഇതേപോലെ തന്നെ കല്ലൊക്കെ ഇട്ട് ഉറപ്പിച്ചിക്കാണ്. നീ ഷീറ്റ് എടുത്തോളി. മമ്മ ഇത്രയും നേരം വെറുതെ ഇരുന്നില്ലേ, ഞാൻ ഷീറ്റ് പൊക്കി കാണി. നീ ഷീറ്റിൻ്റെ അപ്പുറത്ത് വിടും പൊടി.
ഷീറ്റ് തുറക്ക്, അല്ലാതെ എന്ത് ചെയ്യാ? ഇപ്പൊ തുറക്കണ്ടടാ. അയ്യോ അവിടുന്ന് തുറന്നുള്ള കുട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷീറ്റേ അവിടുന്ന് തുറക്കാം, എന്നിട്ട് ഇങ്ങനെ എടുത്ത് അതിന്റെ തല കൊണ്ടുപോവുക, തല മാത്രം. ഞാനേ ഇതിന്റെ തല എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. എന്റെ ബാക്കിൽ തന്നെ വരാം. ആ വാ. വാ, ഇത് പൊളിഞ്ഞാടൂലല്ലോ. ആ പൊളിഞ്ഞാടാ എന്നാ മതി. കാശ് നമ്മള് ഷീറ്റ് വലിച്ചു കെട്ടാൻ പോവാണ്. ഇതോടെ അറിയാം നമുക്ക് നമ്മളെ പ്ലാന്റെ ഇതെന്താന്ന്, ഉറപ്പെന്താന്ന് നമുക്ക് ഇതോടെ അറിയാം. ഇനി അങ്ങോട്ട് നേരെ വിട്ടോ. ഇവിടെ അവിടെ നൂറാണെങ്കിൽ ആ മുളവടി തലമുക്കൂടെ വെക്കണ്ട. ഗൈസ് നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് അറിയില്ല, സെറ്റ് ആയാൽ മതിയായിനി. കുറച്ചു നേരം ആയിപ്പോൾ നമ്മൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട്. ആ നോക്കിട്ട് റിസ്വാനെ, അവിടെ മഴ കൊണ്ടിട്ടേ കുതിർന്ന് നിൽക്കുകയാണ്. ഉമ്മാനെ വിളിച്ചിരുമ്മ, അവിടെ ചായ ഉണ്ടാക്കി പോകുന്നുണ്ട്. ആ കഴിച്ചട്ടെ. എടാ ലാസ്റ്റ് നമുക്ക് വലിയൊരു വടി ഇട്ടാണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഒരു കുത്തും കൊടുക്കാം. നമ്മളിപ്പോ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ഉള്ളിക്കൂടെ ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ നോക്കിക്കണം. ആ ഗൈസ്, ഓനവിടെ ഷീറ്റ് കീറാക്കാൻ വേണ്ടിയിട്ട് കെട്ടി കൊടുക്കുക. കാരണം ഒരു മുളവടിയാണ് വെച്ചത്, അതിന്റെ തലയാണ് അവിടെ. അപ്പോൾ കീറാക്കാൻ വേണ്ടിയിട്ട് ഓനവിടുന്ന് ഒരു തുണിക്കണ്ണം കെട്ടി വെക്കുന്നുണ്ട്. ഇമ്മമ്മ അതിന്റെ മോൾ കയറിക്കുന്നുണ്ട്. ഇമ്മ നോക്കി ഇറങ്ങും കേട്ടോ, ഒളിഞ്ഞാറല്ലേ. ഇമ്മമ്മ ഇതിപ്പോ എങ്ങനെയുണ്ട് ഇത് വെച്ചിട്ട്? ഫുള്ളാവോ നമുക്ക് ഫുള്ള് എത്തുമെന്ന് അറിയില്ല, പക്ഷെ എത്തുന്നവരാണ്ട് എത്തിക്കോട്ടെ. കഴിച്ച് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പൊലം മഴ പെയ്തു. അപ്പോൾ നമ്മൾ നിർത്തി വെച്ച് കണ്ടില്ല നിങ്ങൾ, ഷീറ്റ് നമുക്ക് വെള്ളം തൂങ്ങിയിട്ടേ നമുക്ക് കെട്ടാൻ പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ ഇത് ഇന്ന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയും പാടെ നോക്കും. എന്തായാലും നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കി നിങ്ങൾ, ആകെ ഒരു ഇരുട്ടായില്ലേ അല്ലേ? കാണുമ്പോൾ തന്നെ ഒരു സെറ്റ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അമ്മമാർക്ക് എന്താ പറയാലോ വെച്ചാൽ ഇപ്പൊ ഒരു പെരുടെ ഉള്ളിൽ കയറിയമാർക്ക്. ആ നമുക്ക് വാടകപ്പേര് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അതിനെന്താ? അല്ല മഴ സീറ്റ് ഇട്ടോടെ മഴ നീണില്ലല്ലോ. ആ അത് ശരിയാണ്. പിന്നെയുള്ള കാഴ്ച ആകെയുള്ള ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ റൂം വരുന്നത്. ഈ റൂമൊക്കെ നമുക്ക് ഷീറ്റ് എത്തൂല. ഇത് കണ്ടെങ്കിൽ ഷീറ്റ് എത്താത്തതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ വലിയ കാര്യമാക്കണില്ല. അതേപോലെ തന്നെ ഇതാരെ റൂമാണ്? ഉമ്മമാൻ്റെ. ഉമ്മമാൻ്റെ ഇമ്മാൻ്റെ റൂമിനും കഴിച്ച് അതേപോലെ തന്നെ നമ്മളെ ഷീറ്റിന് വലിപ്പം കമ്മി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം അവിടെ സ്പേസ് ഉണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. എല്ലാം ഇപ്പോൾ 100ൽ 100 ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. പറ്റുമോ? അത് പറ്റൂല. നമുക്കേ അവിടെ പുറത്തില്ല കൊലൈമല് മുറ്റത്ത് അതുകൂടി കൊണ്ടിട്ട് കൊടുത്തിട്ട് ഷീറ്റ് എടുക്കണോ? ചെറിയ ഷീറ്റ് ആവശ്യമുള്ളൂ. എന്നാ ചെറിയ 2 സീറ്റ് വാങ്ങാം. ആ സീറ്റ് ഉണ്ടടാ, പെരിയിലുണ്ട്. അങ്ങനെ നോക്കാൻ പോവുകയാണ്. ഗൈസ്, ഞങ്ങൾ നല്ല അധ്വാനിച്ചാണ് നല്ല രീതിക്ക് തന്നെ അടിപൊളിയായി കെട്ടിയൊക്കെ ചെയ്തിന്. അവസാനം എത്തിയപ്പോ ഒന്നായിട്ട് പൊളിഞ്ഞാടി അല്ലേ മഴ തൂങ്ങി അത് തൂങ്ങി. അത് ഞങ്ങൾ മാത്രമല്ല, അപ്പുറത്തെ പെരക്കാരും കുറെ താത്തമാരൊക്കെ വന്നിട്ട് കുറെ ഒക്കെ ഇതാക്കി. എല്ലാവരും പൊട്ടിപ്പോയി അല്ലേ? ഇനി ഇപ്പൊ എന്തായാലും രാത്രിയായി കണ്ണ് കാണൂല. ഇനി നമ്മളെന്തായാലും നാളെ ഒന്നുകൂടി നേരത്തെ വന്നുകൊണ്ട് നമ്മളെന്തായാലും നോക്കണേക്കരം. അപ്പൊ എന്തായാലും നമുക്ക് നാളെ കാണാല്ലേ? നാളെ ബാക്കി നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പൊ കാട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്ത് നോക്കുമ്പോ നിങ്ങൾ കാണില്ലേ, എല്ലാം ഇപ്പൊ നല്ല ഓപ്പൺ ആക്കി ചുറ്റി കെട്ടിയാ വെച്ചു അല്ലേ? ഒക്കെ അങ്ങനെ സൈഡിലേക്ക് കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആകെ ഹോള്, അതായത് വെള്ളം തൂങ്ങി നിൽക്കും, പിന്നെ പൊട്ടിച്ചാടും. അപ്പൊ എല്ലാവരും വെച്ചാൽ ഞങ്ങൾ ഷീറ്റ് മൊത്തം അയച്ചിട്ട് ഒരു സൈഡിലേക്ക് അങ്ങനെ കൂട്ടി വെച്ചാണ്. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് സെൻറ്റർ റെഡി ആക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. അങ്ങനെ ഗൈസ് നേരം ഏകദേശം ഉച്ചയായി. രാവിലെ വരണമെന്ന് വിചാരിച്ചിന്, പക്ഷേ രാവിലെ ഗൈസ് നമ്മളെ തൊട്ട അയലോക്കത്തിൽ, നമ്മളെ ആദ്യത്തെ പേരൻ്റെ അയലോക്കത്തിൽ ഒരാൾ മരിച്ചിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ പോയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത്. ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴൊന്ന് ഫ്രീ ആയത്. നമ്മൾ ഇതാക്കണം ഗൈസ്. ഇപ്പോൾ നമ്മളെ പേരനോണ്ട് ഒന്നുകൂടി ബന്ധുക്കാണ്. കാരണം ഇന്ന് നമുക്കിത് വലിച്ചു കെട്ടണമെന്നത് തീരുമാനം ഉണ്ടാക്കണം അല്ലേ അമ്മ? എങ്ങനെ ശരിയാക്കി വെക്കണം അല്ലേ? വാക്കണ് റിസ്വാനും മോണ്ടനും അതിൻ്റെ മുകളിലുണ്ട്. ഓല അവിടെ കെട്ടിയാണ്ട് വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ കാട്ടിന് ഒരു കയറാണ് കെട്ടി വെച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ല, അതായത് ഒരു കയറാണ് ക്രോസ് കൊടുത്തിന്. ഇനി നമ്മൾ 2 കയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ക്ലാമ്പ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അടിച്ചപ്പം
അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് മുള പോണത്. ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് കെട്ടി വെച്ചിരുന്നു. അപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാമ്പ് വന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരുന്നു. അതായത് മുളൻ്റെ ഇങ്ങനെ ഒരു ഇതാക്കി വെച്ചിരിക്കുന്നു, ലോക്കാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ സൈഡിലേക്ക് ഒന്നും പോകില്ല, ഇനി ടൈറ്റ് ആയി നിന്നോളൂ, ഞങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ അതാക്കണ ഷീറ്റ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെക്കുന്നുണ്ട്, മൗണ്ടനാക്കണ അവിടെ നിന്നാണ് വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് എന്താ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാട്ടിത്തരാം കേട്ടോ. അയ്യോ ആള് വരുന്നുണ്ട് ഗൈസ്. പ്രകൃതി നമുക്ക് അനിവാര്യമാണെന്നാണ് തോന്നുന്നത്, കാരണം മഴയൊന്നും പെയ്യില്ല കേട്ടോ. എത്ര നേരത്തിനാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് അടിച്ച് തരാം. ഇതാക്കണം, ഇവിടെയാണ് നമ്മൾ ക്ലാമ്പ് അടിച്ചത് കണ്ടോ. ക്ലാമ്പ് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചത്, അതാകുമ്പോൾ നമുക്ക് പേടിച്ചല്ല, സൈഡിലേക്ക് പോകില്ല. പിന്നെ നേരെ ഇങ്ങോട്ട് പോരാക്കാൻ 2 കല്ലും കൂടിയാണ് നമ്മൾ ബലത്തിന് വെച്ചിരിക്കുന്നത്. ഇനി അത് പോരൂല എന്നാണ് ഇവൻ പറഞ്ഞത്. കണ്ടോ 2 കയറ് നമ്മൾ വെച്ചിരിക്കട്ടോ, 2 കയറ് നമ്മൾ കെട്ടി വെച്ചിരിക്കണേ. എന്നിട്ട് ഇത് ഇനി വലിച്ചാണ്ട് ഇന്നലെ കാട്ടിയ മൈക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ മോട്ടാ? ഓക്കെ ഗൈസ്, ഞങ്ങൾ പണി തുടങ്ങട്ടെ, കാരണം നേരല്ല അപ്പോൾ തന്നെ ഒരുപാട് ടൈം പോയി. നമ്മൾ സെപ്പറേറ്റ് വേറൊരു മരം കൂടി മുറിച്ച് കൊണ്ടുവന്നീന് കേട്ടോ, അപ്പുറത്ത് തോട്ടത്തിൽ നിന്ന് കണ്ടോ. വേറൊരു അത്യാവശ്യം വലിയൊരു കൊമ്പ് കൂടി മുറിച്ച് കൊണ്ടുവന്നീന്. അതിൻ്റെ ആവശ്യം ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഉണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് അപ്പോൾ വെക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ ആവൂലടാ? ഓക്കെ ആകും, നമ്മൾ ഓക്കെ ആക്കണം. മുന്നേ പണി എടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് നോക്കിയാ ഇപ്പോൾ വന്നിട്ട് ആ തോട്ടത്ത് വന്ന് നിൽക്കണ്. ഉണ്ടോ അത്രക്കും ഡിസ്റ്റൻസിലാണേ, ഉണ്ടോ? പണി എടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. കുറവായി എനിക്ക് മുന്നേ മുന്നൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കാണിയാളെ വാങ്ങിക്ക് വന്ന് നിൽക്കണേ. ചേ ഇത്ര പെട്ടെന്ന് വരുമാതിരി കഴിച്ചു വെച്ചിട്ട് നോക്കിയാ ഉള്ളിൽ കടിത്തരാം. കറണ്ട് ഉള്ളിൽ നിങ്ങൾ കാണിച്ചാൽ നമ്മൾ ഇത്രത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചതിനും കഴിച്ച് അടിപൊളിയായി. സംഭവം എന്താ അറിയോ, നേരത്തെ ഒരു മരം കൊമ്പ് മുറിച്ചോണെന്ന് വെച്ച് പറഞ്ഞില്ലേ, അത് നമ്മൾ എന്ത് ചെയ്തു, ഈ സെന്ററിൽ കൂടെ കണ്ടോ, ഇവിടെ ഒരു കുയ്യുത്തിയാണ്ട് ഇവിടുന്ന് ഇങ്ങനെ നീട്ടിയാണ് വെച്ചു. അങ്ങനെ ഗൈസ് 2 ദിവസത്തെ കഠിന പരിശ്രമത്തിലൂടെ നമ്മൾ വിചാരിച്ച സംഭവം അടിപൊളിയായി സക്സസ് ആക്കിയിട്ട് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇത് ഞങ്ങൾ മാത്രമല്ല ഇതിൻ്റെ പിന്നാലുള്ളത്, ഇമ്മ അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ ഗൈസ് അപ്പുറത്തെ താത്ത നമ്മളൊപ്പം കൂടി തന്നിട്ട് കേട്ടോ ഈ കാര്യത്തിനൊക്കെ. ഇത് നോക്കി ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, കയറൊക്കെ എല്ലാ പെരൻ്റെ 4 ഭാഗത്തു കൂടിയും കയറ് ചുറ്റി വെച്ചിക്കണേ. നിങ്ങൾ ഈ കാണുന്നുണ്ടാവില്ലേ, ഈ കയറൊക്കെ കാണിച്ചു കൊടുത്താൽ ഈ കയറൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ 4 ഭാഗത്തു കൂടി നമ്മൾ ചുറ്റിനും കെട്ടി വെച്ചിക്കണേ. ഇനി നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അല്ലെങ്കിൽ പോത്ത് കുത്തും. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. അസ്മൈതാത്ത ഞങ്ങളെ കാണിക്കട്ടെ, ആൾക്കാർക്ക് അറിയണം നിങ്ങൾ ആരാന്നുള്ളത്, ഈ പണിക്കാരാരാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കാണിച്ചു തരാം. ബാ നിങ്ങൾ വേഷം മാറിക്കളിന്നാല്. അപ്പോൾ കഴിച്ച് ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറ്റനുണ്ട്, അത് കണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടി അല്ലേ? നമ്മൾ വിചാരിച്ചേക്കാളും അടിപൊളിയായി കിട്ടില്ലേ? എനിക്കെന്താ പറയുള്ളത്? എന്താ പറയല്, കാണുകൾക്ക് ഭയങ്കര സുഖിക്കാരത് കെട്ടാ നിന്നാണല്ലോ ഒരു കല്യാണ പന്തലാണ് കെട്ടി. ഭാഗങ്ങൾ കെട്ടുമ്പം ഒരു ഭാഗം അയ്യും, ഒരു ഭാഗം കെട്ടുമ്പോൾ ഒരു ഭാഗം അയ്യും. സീനാണിത്. 2 ദിവസമായി പറയുമ്പോൾ കോമഡി ഷീറ്റിട്ട് 2 ദിവസം. അതിൻ്റെ അടിയിലൂടെ കഴിച്ച് നമ്മളെ അമ്മായിമ്മമാർ വന്നിക്കണേ. അമ്മായിമ്മമാരല്ല, അമ്മായി വന്നിക്കണേ. അമ്മായി മകളും വന്നിക്കണേ. അവിടെ ഉണ്ടോല്ലേ കുട്ടിയും സാനു, അമ്മായി മകളും കുട്ടിയും. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരാൾ മരിച്ചില്ല, അപ്പൊ അങ്ങോട്ട് ആളെ കാണാൻ വേണ്ടി വന്നതാണല്ലേ, കൂട്ടത്തില് ബടി കൂടി കയറാന്. ഇതാണ് നമ്മളെ അസ്മാബിത്താത്തട്ടോ. എല്ലാവരും കാണു ഗൈസ്, ഇതാണ് നമ്മുടെ പണിന്റെ അടി. ഇരുട്ടത്ത് നിങ്ങളെങ്ങനെ കാണാനാ? കുറച്ച് വെളിച്ചത് ഇത്ര പോരെ നിങ്ങൾക്കില്ലേ? നല്ലൊരു അധ്വാനത്തിനൊടുവിൽ നമ്മളങ്ങനെ അത് തീർത്തുകണ്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഷീറ്റ് കിട്ടിയില്ല, എത്താത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഉമ്മ ഇവിടുന്ന് എവിടുന്നോ കൊണ്ടുവന്ന കുറച്ച് ടൈലും കണ്ടങ്ങൾ ഉണ്ടായിന്, അത് നമ്മൾ പൊറുക്കി കൂട്ടിയാണ് നിങ്ങൾ കണ്ടോക്കണേ. അവിടുന്ന് അങ്ങനെ ഇതാക്കി വെച്ചിക്കണേ. അതുകൊണ്ട് ഇനി ആ ഭാഗത്ത് വള്ളം തട്ടിയാണ് അവിടെ ഇനി പൊളിയുന്നില്ല, പേടിയാണ്. ചെറുമട്ടത്തിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്തിക്കണേ. ഇമ്മ ഇവിടെ നിന്നാണ് സെറ്റല്ലേ, അടിപൊളിയല്ലേ? തൃപ്തിയായോ? ഇപ്പൊ ആ പേടിനെ മാർക്കറ്റി മഴ കൊണ്ടാണ് പൊളിയുന്നില്ല, പേടി മാർക്കറ്റി. മമ്മ അവിടെ നിന്നാണ് സെറ്റല്ലേ? കല്ലൂടെ വെക്കണം. അസ്മാത്താത്ത അവിടെ ഇറങ്ങാൻ വേണ്ടിട്ട് വെച്ചതാ സാധനം കൊണ്ട്. ഇനി മമ്മ അടിപൊളിയല്ലേ, സംഭവം സെറ്റായില്ലേ? അപ്പൊ ഗൈസ് അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഫ്രീ ആയി. ഇനി നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗൈസ് അസ്സലാമു അലൈക്കും, കാണാം.